Hi, good morning. Today we are discussing about food and nutrition. This is our third chapter in health and nutrition. So today we are discussing about food and nutrition. We all know that what is food and what is nutrition. Food is important for our growth and development. Without food we can't live. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ലെറ്റ് us discuss about what is food. Food is any substance that is consumed to provide nutritional support for the body. It typically contains essential nutrients such as carbohydrates, fats, proteins, vitamins, and minerals that are required for growth, energy, and maintaining bodily functions. Food can be derived from plants, animals, or other sources, and it's prepared or processed in various ways to be ingested by living organisms, particularly humans. ഇതൊക്കെ നമുക്ക് പലതരം പ്ലാന്റ്സിൽ നിന്നും അതുപോലെ ആനിമൽസിൽ നിന്നൊക്കെയാണ് നമ്മൾ ഫുഡ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്? നമുക്ക് ജീവിക്കാനുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നു, എനർജി ഉണ്ടാകുന്നു, നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ ബോഡിലി ഫങ്ഷൻസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതെന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? റൈസ്, ബ്രെഡ്, പാസ്ത ആൻഡ് ഫ്രൂട്ട്സ്. പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? എഗ്ഗ്, ബീൻസ്, ഫിഷ്, മീറ്റ് ആൻഡ് നട്ട്സ്. ഈ പ്രോട്ടീൻസ് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? എസെൻഷ്യൽ ഫോർ ഗ്രോത്ത്, ടിഷ്യൂ റിപ്പയർ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. ഇമ്മ്യൂണിറ്റിയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ എസെൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അടുത്തത് വരുന്നത് ഫാറ്റ്സ്. ഇത് നമുക്ക് എനർജിയാണ് തരുന്നത്, സെൽ ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ഇത് നമുക്ക് ഓയിൽസിൽ നിന്നും ബട്ടർ, അവോക്കാഡോ, ഫാറ്റി ഫിഷിൽ നിന്നൊക്കെയാണ് നമുക്ക് ഫാറ്റ് കിട്ടുന്നത്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അത് നമ്മുടെ വേരിയസ് ആയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ബോൺ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി, എനർജി പ്രൊഡക്ഷൻ ഫൗണ്ട്. ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി ആൻഡ് മീൽസിലൊക്കെ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കണ്ടെത്താൻ പറ്റും. ഇനി ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സിക്സ്ത് വൺ, വാട്ടർ. എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വാട്ടർ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന്